ഇറാനിൽ യുദ്ധം തുടങ്ങുമ്പോൾ എന്തായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മനസ്സിൽ? വളരെ ചുരുക്കിയ വാക്കുകളിൽ പറഞ്ഞാൽ, ഇറാനിലേക്ക് ചെല്ലുന്നു, ഖമനേയെ വധിക്കുന്നു, ഭരണം പിടിച്ചെടുക്കുന്നു, താൻ ഉദ്ദേശിച്ച ഏതെങ്കിലും കളിപ്പാവയെ ഭരണാധികാരിയാക്കുന്നു, ഇറാന്റെ എണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. ഇനി ഇസ്രയേലിനോ? അത് കുറെ കൂടി ലളിതമായിരുന്നു. പതിറ്റാണ്ടുകളായുള്ള തങ്ങളുടെ ശത്രുവിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക. അതിന് പറ്റിയ സമയം ഇതാണ് എന്നും ആരെന്തു പറഞ്ഞാലും വിശ്വസിക്കുന്ന ട്രംപിനെ പോലൊരു അമേരിക്കൻ പ്രസിഡന്റിനെ വേറെ കിട്ടില്ല എന്നും ബെഞ്ചമിൻ നെതന്യാഹുവിന് അറിയാമായിരുന്നു. അതിനാണ് ട്രംപിനെ സ്ക്രൂ ചെയ്ത് യുദ്ധം എന്ന ഒറ്റ ലക്ഷ്യത്തിലേക്ക് നെതന്യാഹു എത്തിച്ചത്. പക്ഷേ ട്രംപ് കരുതിയതും കണക്ക് കൂട്ടിയതും എല്ലാം പിഴച്ചു. ഒരു ഖമനേയി പോയി അടുത്ത ഖമനേയി വന്നു. ആയത്തുള്ള അലിക്ക് പകരം മുജ്തബ. യുദ്ധം അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കുമെന്ന ഇറാന്റെ വാക്കുകൾ അന്വർത്ഥമാക്കുന്ന തരത്തിലായിരുന്നു പിന്നീട് അങ്ങോട്ട് നടന്ന സംഭവങ്ങൾ. ഇപ്പോൾ ചർച്ചകളിൽ ഹോർമൂസ് കടലിടുക്ക് വന്നത് ഇറാന്റെ യുദ്ധനീക്കങ്ങളെ തുടർന്നാണ്. ഇന്ന് സമാധാനത്തിന്റെ ദിശ സഞ്ചരിക്കുന്നത് പോലും ഹോർമൂസ് കടലിടുക്കിലെ തീരുമാനത്തെ ആശ്രയിച്ചാണ്. ഫലത്തിൽ ട്രംപും നെതന്യാഹുവും കണക്കുകൂട്ടിയതിനേക്കാൾ അപ്പുറത്തായിരുന്നു ഇറാന്റെ ചെറുത്തുനിൽപ്പും തന്ത്രവും. അതോടെ യുദ്ധം ഏത് വിധേനയും അവസാനിപ്പിച്ച് മടങ്ങുക എന്ന നിലയിലേക്ക് ട്രംപ് എത്തിയിട്ടുണ്ട്. എവിടെയാണ് ട്രംപിന് പിഴച്ചത്? ഒറ്റവാക്കിൽ പറഞ്ഞാൽ, ബീബി എന്ന് ട്രംപ് സ്നേഹത്തോടെ വിളിക്കുന്ന നെതന്യാഹുവിനെ വിശ്വസിച്ചതാണ് ഏറ്റവും വലിയ പിഴവ്. നെതന്യാഹു പറയുന്നതിനനുസരിച്ച് ഇറാനിൽ ആക്രമണം നടത്തിയാലും വരും വരായികകൾ എന്താകുമെന്ന് ചിന്തിക്കണമായിരുന്നു. അത് ചെയ്തില്ല. എന്താണ് ലക്ഷ്യമെന്ന് ചോദിച്ചാൽ ഓരോ തവണയും ഓരോന്ന് പറയും. യുദ്ധം ആരംഭിച്ചാൽ തന്നെ അത് എങ്ങനെ, എപ്പോൾ അവസാനിപ്പിക്കണമെന്ന ഒരു ലക്ഷ്യമുണ്ടാകണം. അതുണ്ടായില്ല. അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ധാരണ തെറ്റായിപ്പോയി. ഇതിനെല്ലാം പുറമെ യുദ്ധം ഇപ്പോൾ വേണ്ടെന്നും ഇസ്രായേൽ അവരുടെ ആവശ്യത്തിലേക്ക് നമ്മളെ വലിച്ചിഴക്കുകയാണ് എന്നുമുള്ള അമേരിക്കൻ സേനാ ജനറൽ കെയ്നിന്റെയും വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെയും അടക്കം വാക്കുകൾ ട്രംപ് ചെവിക്കൊണ്ടില്ല എന്നതാണ്. ഇറാന്റെ അതിജീവിക്കാനുള്ള അസാമാന്യ ഇച്ഛാശക്തിയെക്കുറിച്ച് JD വാൻസിന് നല്ല ബോധ്യമുണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അത്തരം ഒരു ജനതയുമായി യുദ്ധം ചെയ്യുന്നത് അമേരിക്കയുടെ ആയുധശേഷി വരെ കുറച്ചേക്കുമെന്ന് വാൻസ് മുന്നറിയിപ്പ് നൽകിയതുമാണ്. പക്ഷേ ഇറാനിലെ ഭരണമാറ്റം, ഇറാനിയൻ എണ്ണ എന്നീ മോഹന വാഗ്ദാനങ്ങളിൽ കണ്ണു മഞ്ഞളിച്ച ട്രംപിന് അതൊന്നും ഏശിയില്ല. അങ്ങനെയാണ് ആണവ വിഷയത്തിൽ ജനീവയിൽ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ ടെഹ്റാനിൽ അമേരിക്കയും ഇസ്രായേലും ബോംബിട്ടതും ഖമനേയിയെ വധിച്ചതും. പക്ഷേ ട്രംപിന്റെ കണക്കുകൂട്ടലുകൾക്കും അപ്പുറത്തായിരുന്നു ഇറാന്റെ പ്രതിരോധം. യുദ്ധം തുടങ്ങും മുൻപ് നെതന്യാഹു ട്രംപിനോട് പറഞ്ഞതനുസരിച്ച് ഇറാനെ വീഴ്ത്തൽ എളുപ്പമായിരുന്നു. ഖമനേയി വീണാൽ പിന്നെ വലിയ ചെറുത്തുനിൽപ്പിന് അവർ മുതിരില്ല. പോരാത്തതിന് അമേരിക്കൻ താവളങ്ങൾ അയൽ ഗൾഫ് രാഷ്ട്രങ്ങളിലായതിനാൽ അവിടങ്ങളിൽ ഇറാൻ തിരിച്ചടിക്കുകയുമില്ല. ഹോർമൂസ് അടയ്ക്കുന്നത് ഇസ്രായേലിന്റെ കണക്കിൽ പോലും ഉണ്ടായിരുന്നുമില്ല. ആഴ്ചകൾക്കകം ഇറാന്റെ സൈനിക ശേഷിയും മിസൈൽ ശേഷിയും ഇല്ലാതാക്കി ഭരണകൂടത്തെ അട്ടിമറിച്ച് മടങ്ങിപ്പോരാം എന്ന് പറഞ്ഞപ്പോൾ വളരെ അധ്വാനം കുറഞ്ഞ ഒരു സംഘർഷമായിരിക്കും ഇറാൻ യുദ്ധമെന്ന് ട്രംപ് കണക്കുകൂട്ടി. പക്ഷേ അത് തെറ്റായിരുന്നുവെന്ന് ആദ്യത്തെ ദിവസം തന്നെ മനസ്സിലായി. ഫെബ്രുവരി 28 രാവിലെയാണ് ആയത്തുള്ള അലി ഖമനേയെ വധിച്ചുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും യുദ്ധം ആരംഭിക്കുന്നത്. അന്ന് വൈകുന്നേരം തന്നെ ഇറാന്റെ ആദ്യ തിരിച്ചടി ഗൾഫ് മണ്ണിലായിരുന്നു. ഗൾഫ് രാഷ്ട്രങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾ ഇറാൻ തുടരെ ആക്രമിച്ചു. ഗൾഫിന്റെ ജനവാസ മേഖലകളിൽ പോലും ഇറാനിയൻ മിസൈലുകൾ എത്തി. ഇതിനിടയിൽ തന്നെ ഇസ്രായേലിലും മിസൈലുകൾ പതിച്ചു തുടങ്ങി. തൊട്ടടുത്ത ദിവസം മുതൽ ഹോർമൂസ് കടലിടുക്ക് കൂടി അടച്ചതോടെ പശ്ചിമേഷ്യൻ മേഖലയിൽ മാത്രമല്ല, ലോകമാകെ യുദ്ധത്തിന്റെ കെടുതി ആരംഭിച്ചു. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടയ്ക്കുമെന്ന് US-ഓ ഇസ്രായേലോ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. ഹോർമൂസ് അടയ്ക്കപ്പെട്ടതോടെ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറി. ഇറാനെ പൂർണ്ണമായി നശിപ്പിച്ച് അവർക്ക് മുന്നിൽ ഉപാധികൾ വെച്ച് അംഗീകരിപ്പിച്ച് സ്വന്തം താല്പര്യങ്ങൾ നടപ്പിലാക്കാമെന്ന ട്രംപിന്റെ മോഹം കരിഞ്ഞു. ഇപ്പോൾ ഹോർമൂസ് വെച്ച് ഇറാൻ വിലപേശുന്നു. സ്വയം വരുത്തിവെച്ച കെണിയായി യുദ്ധം ട്രംപിന്. ഇനി എങ്ങനെ അതിൽ നിന്ന് തലയൂരുമെന്നാണ് ട്രംപിന്റെ ചിന്ത മുഴുവൻ. ഹോർമൂസ് അടച്ചതാണ് ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും എല്ലാ കണക്കുകളും പാളാൻ ഇടയാക്കിയത്. യുദ്ധം ചെയ്ത് ഇറാനെ ഇല്ലാതാക്കുന്നതിനേക്കാൾ ഇപ്പോൾ ട്രംപിന്റെ ചിന്ത മുഴുവൻ ഹോർമൂസ് എങ്ങനെ പൂർണ്ണമായും തുറക്കും എന്നതാണ്. ഇതിനായി സാമം, ദാനം, ഭേദം, ദണ്ഡം എല്ലാ മാർഗങ്ങളും പ്രയോഗിച്ചു നോക്കി. പക്ഷേ ഇറാന് മുന്നിൽ അതൊന്നും വിലപ്പോയില്ല. ഏറ്റവും ഒടുവിലാണ് ഹോർമൂസിന്റെ നിയന്ത്രണം തങ്ങൾ ഏറ്റെടുക്കുന്നുവെന്നും നാവിക ഉപരോധം ഏർപ്പെടുത്തുന്നു എന്നും US പ്രഖ്യാപിച്ചത്. എന്നിട്ടെന്തുണ്ടായി? ട്രംപിന്റെ വെല്ലുവിളികളെ പരിഹസിച്ചുകൊണ്ട് അപ്പോഴും ഇറാൻ തുറമുഖത്തേക്കും തിരിച്ചുമുള്ള കപ്പലുകൾ ഉപരോധം മറികടന്ന് പോകുന്നു. അപ്പോഴും നോക്കി നിൽക്കാൻ മാത്രമേ ട്രംപിന് സാധിച്ചുള്ളൂ. കത്തിച്ചു കളയുമെന്ന ട്രംപിന്റെ ഭീഷണി പോലും കാറ്റിൽ പറന്നുപോയി.
അങ്ങനെ സ്വയം സൃഷ്ടിച്ച പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ് ഇപ്പോൾ ട്രംപും അമേരിക്കയും. ഹോർമുസ് കടലിടുക്ക് ഉപരോധിക്കാനുള്ള ട്രംപിന്റെ തീരുമാനം ഇറാനെ ശ്വാസം മുട്ടിക്കുക എന്നതിന് മാത്രമായിരുന്നു. പക്ഷേ അതൊന്നും വിലപ്പോകില്ല എന്നതാണ് വസ്തുത. കാരണം ഹോർമുസ് ഉപരോധിക്കാൻ ട്രംപിന്റെ സൈന്യം എത്തുന്നതിന് മുൻപ് 1.5 മാസം കൊണ്ട് ഇറാൻ തങ്ങളുടെ എണ്ണ പുറത്തേക്ക് വിറ്റ് ധാരാളം പണമുണ്ടാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല 38 മില്യൺ ബാരൽ ഇറാനിയൻ എണ്ണ ഇപ്പോഴും ഏഷ്യൻ ഭാഗത്തെ കടലിൽ വിൽപ്പനയ്ക്ക് കാത്തിരിക്കുന്നുമുണ്ട്. ഇനി അവശ്യ സാധനങ്ങളാണ് എങ്കിൽ ഇറാന് കാസ്പിയൻ കടലിലൂടെയും കരമാർഗവും ഇറക്കുമതി ചെയ്യുകയുമാകാം. റഷ്യ ഇറാന് ആയുധങ്ങളും മറ്റും എത്തിക്കുന്ന കാസ്പിയൻ കടലിൽ അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ ഒരു നിയന്ത്രണമില്ല. അതായത് ഹോർമുസ് ഉപരോധിച്ചുകൊണ്ട് ഇറാനെ ശ്വാസം മുട്ടിക്കാം എന്നത് വ്യാമോഹം മാത്രമാണ് എന്ന് സാരം. പക്ഷേ ഹോർമുസ് അമേരിക്ക ഉപരോധിച്ചാൽ വീണ്ടും പ്രതിസന്ധിയിലാകുന്നത് അന്തർദേശീയ വിപണിയാണ്. എണ്ണവില കുത്തനെ ഉയരും. ഇത് ലോകമാകെ അവശ്യ സാധന ദൗർലഭ്യത്തിനും വിലവർദ്ധനവിനും കാരണമാകും. മാത്രമോ അമേരിക്കയിലും സ്ഥിതി മറിച്ചല്ല. എണ്ണവില ഇപ്പോൾ തന്നെ അമേരിക്കയിൽ $1 വർദ്ധിച്ചു കഴിഞ്ഞു. സംഘർഷം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ എണ്ണയ്ക്ക് നിലവിലുള്ള $4 വില അമേരിക്കക്കാർക്ക് ഗൃഹാതുരമായ ഓർമ്മയായി മാറുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. അതുകൊണ്ട് അത്തരമൊരു സാഹസത്തിന് ഇനിയും ട്രംപ് മുതിരുമോ എന്നത് ഉറപ്പില്ലാത്ത കാര്യമാണ്. നാട് വിറപ്പിച്ച ഗുണ്ടയ്ക്ക് അപ്രതീക്ഷിതമായി ഒരടി കിട്ടിയത് പോലെയാണ് ഇപ്പോൾ ട്രംപിന്റെ കാര്യം. ഇനിയിപ്പോൾ തിരിച്ചു തല്ലി എതിരാളിയെ തോൽപ്പിച്ചില്ലെങ്കിൽ ഗുണ്ടയുടെ പേര് ചീത്തപ്പേരാകും. ഭാവിയിൽ ഗുണ്ടാപ്പിരിവും കിട്ടില്ല. പക്ഷേ തിരിച്ചു തല്ലാൻ പോയാലോ? ഇനിയും ജയിക്കുമെന്ന് വലിയ ഉറപ്പൊന്നുമില്ല താനും. ഇനി ജയിച്ചാൽ തന്നെ അപ്പോഴേക്കും തറവാട് ക്ഷയിക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് ഒരു എത്തും പിടിയും കിട്ടാതെ ഉഴലുകയാണ് ട്രംപ്. യുദ്ധം ആരംഭിച്ച ശേഷം ഒരു റൗണ്ട് ചർച്ച കഴിഞ്ഞു. 2ാം ഘട്ട ചർച്ചയ്ക്ക് സാഹചര്യങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെല്ലാം തള്ളി ട്രംപ് വീണ്ടും ഇറാന് ഒരിക്കലും അംഗീകരിക്കാനാകാത്ത ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. നെതന്യാഹുവിന്റെ സമ്മർദ്ദവും തന്ത്രവും തന്നെയാണ് അതിന് പിന്നിൽ. കാരണം യുദ്ധം അവസാനിക്കാതിരിക്കുക, ഇറാനെ സമ്പൂർണ്ണമായി നശിപ്പിക്കുക എന്നത് ഇസ്രായേലിന്റെ ലക്ഷ്യമാണ്. അതിലേക്ക് ട്രംപിനെ എത്തിക്കുകയായിരുന്നു തുടക്കം മുതൽ. ഇപ്പോഴും ചർച്ചയ്ക്ക് തുരങ്കം വെക്കുന്നതും ഇസ്രായേലും നെതന്യാഹുവും തന്നെയാണ്. എതിരാളിയെ അടിച്ചു തളർത്തി ഏകപക്ഷീയമായി ഉപാധികൾ അംഗീകരിപ്പിക്കുക എന്ന സ്ഥിരം അമേരിക്കൻ തന്ത്രം പിഴച്ചത് ഇറാന്റെ മുന്നിൽ മാത്രമാണ്. ഇപ്പോഴും യുദ്ധത്തിലൂടെ നേടാൻ സാധിക്കാത്തത് ചർച്ചയിലൂടെ നേടാനാകുമോ എന്നാണ് അമേരിക്ക നോക്കുന്നത്. അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അതിന് തെളിവാണ്. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കുക, സമ്പുഷ്ട യുറേനിയം ഇറാനിൽ നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുക, യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായി നിർത്തുക, ലെബനൻ, ഇറാഖ്, പലസ്തീൻ, യമൻ എന്നിവിടങ്ങളിലെ തീവ്ര നിലപാടുള്ള ഗ്രൂപ്പുകളുമായുള്ള ബന്ധം ഉപേക്ഷിക്കുക. ഇതാണ് അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ. പകരമായി ഉപരോധത്തിലൂടെ മരവിപ്പിച്ച ഇറാന്റെ പരിമിതമായ ആസ്തികൾ വിട്ടുകൊടുക്കാമെന്ന് US സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഉപരോധം എടുത്തു കളയാൻ അമേരിക്ക തയ്യാറല്ല. ഇറാനാകട്ടെ വെടിനിർത്തൽ ചർച്ചകളിലെ പ്രധാന ഉപാധികളിലൊന്നായി ഉന്നയിക്കുന്നത് അമേരിക്കൻ ഇസ്രായേലി ബോംബിങ്ങിന്റെ ഫലമായി ഇറാന് സംഭവിച്ച കനത്ത നഷ്ടത്തിന് പരിഹാരം നൽകണമെന്നാണ്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളും ഊർജ്ജ കേന്ദ്രങ്ങളും എണ്ണ ഗ്യാസ് സംവിധാനങ്ങളും സ്റ്റീൽ പ്ലാന്റുകളും കമ്പനികളും തകർക്കപ്പെട്ടിട്ടുണ്ട്. അവ പുനർനിർമ്മിക്കാനാണ് സഹായം വേണ്ടത്. ഇവയ്ക്കെല്ലാമായി $270 ബില്യൺ നഷ്ടപരിഹാരം ലഭിക്കണമെന്നാണ് ഇറാന്റെ ഒരു വക്താവ് ഈയിടെ പറഞ്ഞത്. ഇതിന് പുറമെയാണ് 1979 മുതൽ തുടരുന്ന അമേരിക്കൻ ഉപരോധത്തിന്റെ ഫലമായി വിവിധ നാടുകളിൽ മരവിപ്പിച്ചു കിടക്കുന്ന ഇറാന്റെ $100 ബില്യൺ വരുന്ന ആസ്തികൾ വിട്ടു നൽകണമെന്ന ആവശ്യം. ഹോർമുസിന്റെ നിയന്ത്രണം വേണം. ഭാവിയിൽ ഒരിക്കലും ഇസ്രയേലോ അമേരിക്കയോ ഇറാനെ ആക്രമിക്കില്ല എന്ന ഉറപ്പ് നൽകണം. ഇത്രയും ആവശ്യങ്ങളിൽ US നിലപാട് എന്താകും എന്നതിന് അനുസരിച്ചായിരിക്കും വെടിനിർത്തലിന്റെ ഭാവി. താൽക്കാലിക വെടിനിർത്തൽ 22-ന് അവസാനിക്കാനിരിക്കുകയാണ്. ഈ മാസം 28-ന് ഇറാനിൽ യുദ്ധം ആരംഭിച്ച് 2 മാസം തികയുകയാണ്. അതിന് മുന്നോടിയായി അമേരിക്കയ്ക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും നിലപാട് സ്വീകരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ട്രംപിന് തന്റെ നിലനിൽപ്പ് പോലും പ്രതിസന്ധിയിലാകും. ഇപ്പോൾ തന്നെ അമേരിക്കയിൽ ട്രംപിനുള്ള ജനപിന്തുണ കുറഞ്ഞു വരുന്നുണ്ട്. ജനപ്രീതി അളക്കുന്ന വോട്ടെടുപ്പിൽ കഴിഞ്ഞ ദിവസം ട്രംപ് കടന്നുകൂടിയത് കഷ്ടിച്ചായിരുന്നു. മാത്രമല്ല അടുത്തു തന്നെ ഇടക്കാല തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ജനപിന്തുണ കുറയുന്ന അമേരിക്കയുടെ ചരിത്രത്തിലെ ആദ്യത്തെ പ്രസിഡന്റ് ആകുമോ ട്രംപ് എന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. കാരണം നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയാൽ ട്രംപിന്റെ ജനപ്രീതിയും ജനപിന്തുണയും നഷ്ടമാകാൻ തന്നെയാണ് സാധ്യത. എല്ലാവരെയും ഭീഷണിപ്പെടുത്തി വെല്ലുവിളിച്ച് ലോകരാജ്യങ്ങളെ ഭയപ്പെടുത്തി വരുതിയിൽ നിർത്തുക എന്ന സ്ഥിരം അമേരിക്കൻ ശൈലി പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തു എന്നതാണ് ഇറാന്റെ ഹീറോയിസം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആ ഭീഷണി തന്ത്രം വിലപ്പോകാത്തത് ഇറാന്റെ മുന്നിൽ മാത്രമാണ് എന്നും സാരം. അസാമാന്യമായ ഇച്ഛാശക്തി കൊണ്ട് ഇറാൻ അമേരിക്കൻ ശക്തിയെ വെല്ലുവിളിച്ചു. കാരണം അവരുടെ ലക്ഷ്യം വിജയമല്ല, അതിജീവനമാണ്. അതിന് അവർ ഏതറ്റം വരെയും പോരാടി നിൽക്കും. അതുതന്നെയാണ് യുദ്ധം തുടങ്ങും മുൻപ് JD വാൻസ് മുന്നറിയിപ്പ് നൽകിയതും ട്രംപ് ചെവിക്കൊള്ളാതെ സ്വന്തം തീരുമാനവുമായി മുന്നോട്ടു പോയി യുദ്ധം നടത്തി പണി വാങ്ങിയതും.